ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സേ ചിയേഴ്സ്. ഇന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മാങ്ങാച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഏത് മാങ്ങ വേണമെങ്കിൽ എടുക്കാം, പച്ച മാങ്ങ ആയിരിക്കണം എന്ന് മാത്രം. എന്നാൽ നമുക്ക് തുടങ്ങാം. ഞാനൊരു 5 കിളിമൊക്കെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് തുടയ്ക്കണം. എന്നിട്ട് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇത് നന്നായിട്ട് വെള്ളം ഒരു ഡ്രോപ്പ് പോലും ഇല്ലാണ്ട് നന്നായി തുടച്ചെടുക്കണം, അല്ലെങ്കിൽ അച്ചാർ കേട് വന്ന് പോകും. ഈ മുറിച്ച് വെച്ച മാങ്ങ കഷ്ണങ്ങളിലേക്ക് നമ്മൾ ഒരു ചെറിയ വാട്ടി നിറച്ച് ഉപ്പിടുക, അല്ലെങ്കിൽ 7 ടേബിൾ സ്പൂൺ കണക്ക് വെച്ചാൽ മതി. 7 ടേബിൾ സ്പൂൺ നിറച്ച് ഉപ്പിടുക. 5 വലിയ സൈസ് മാങ്ങയ്ക്കുള്ള അളവാണ് കേട്ടുള്ളൂ ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ടോ കയ്യിലോ കൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി അതിൽ പിടിച്ചോളും. പിന്നെ ഈ അരികൊക്കെ നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുത്ത് അതിനെ ഒരു മല്ല് തുണിയോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവൽ കൊണ്ടോ നമ്മളൊന്ന് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 2 ദിവസം ഇങ്ങനെ അനക്കാതെ ഇങ്ങനെ വെക്കണം. ഇതിപ്പോൾ വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് അടുക്കളയിൽ ഒരു ഭാഗത്ത് വെച്ചാലും മതി. 48 മണിക്കൂർ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം. വെള്ളമൊക്കെ താഴെ ആ പാത്രത്തിന് താഴെ കളക്റ്റാകും. നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ അടച്ച് വെച്ചാലും മതി. പക്ഷേ 1-2 പ്രാവശ്യം ദിവസത്തിൽ നിങ്ങളതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തുറന്നിട്ട് കയ്യിൽ കൊണ്ട് ഒരു നല്ല ഉണങ്ങിയ കയ്യിലുകൊണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാകും, എന്നാലും ഫുൾ ഇളക്കി കൊടുക്കണം നമ്മൾ. ഓരോ പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുത്ത ശേഷം ഇതുപോലെ വീണ്ടും അതേ തുണി കൊണ്ട് നമ്മളൊന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റും വെച്ച് കൊടുക്കണം. 2 ദിവസം കഴിയുമ്പോൾ ഇതിൽ നിറയെ വെള്ളം താഴെ ഇറങ്ങി വന്നിട്ടുണ്ടാകും. അതൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ഊറ്റിക്കളയണം. ഈ വെള്ളം മൊത്തത്തിൽ ഊറ്റിയിട്ട് അത് കളയാം. നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെള്ളമൊക്കെ ഊറ്റിയ ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ഒരു തുണിയോ വിരിച്ചിട്ട് അതിൽ ഈ മാങ്ങയൊക്കെ ഒന്ന് വെടിയാനായിട്ട് ഇടണം. നമ്മൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് വെടിഞ്ഞ് കിട്ടും. ഫാനിൻ്റെ അടിയിലാണെങ്കിൽ 2 മണിക്കൂർ പിടിക്കും. ഈ തൊലിയുള്ള സൈഡ് നമ്മൾ അടിവശത്തും മറ്റേ സൈഡ് മോൾ വശത്തും വെച്ചാൽ ഒന്ന് വേഗം വെടിഞ്ഞ് കിട്ടും. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഈ മാങ്ങയൊക്കെ വാരി ഒരു പാത്രത്തിലാക്കാം. ഇനി ഇതിൻ്റെ മസാലപ്പൊടി എങ്ങനെ റെഡിയാക്കുക നോക്കാം. ആദ്യം ഒരു 3/4 കപ്പ് യെല്ലോ മസ്റ്റേർഡ് എടുക്കണം. ഇതൊരു തരം കടുകാണ്, ഇങ്ങനെ ചന്ദന കളറിൽ ഉണ്ടാകും. ഇനി വലിയ സൈസ് പെരുംജീരകം, ഒരു 1/2 കപ്പ് പെരുംജീരകം എടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ചെറിയ ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ നിറച്ച് കരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ കടുക്. നമ്മുടെ നോർമൽ കടുകില്ലേ, ചെറിയ സൈസ് കടുക് എടുക്കണം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഓരോന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. കളർ ചേഞ്ച് ആകാതെ നോക്കണം. അതിൻ്റെ വല്ല മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറാനായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാനും എളുപ്പമുണ്ടാകും. അല്ലാണ്ട് അതിൻ്റെ കളർ മാറണ വരെ വറുക്കാൻ പാടില്ല. ഇതെല്ലാം ഒരുമിച്ചിട്ട് വറുക്കാൻ പാടില്ല, ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു ലോയിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വെച്ച് ചെയ്താൽ മതി. കരിഞ്ഞു പോവാതെ നോക്കണേ, കളറും മാറരുത്. ഈ കരിഞ്ജീരകം മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്ത ശേഷം വെക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കരിഞ്ജീരകം നമ്മൾ പൊടിക്കാൻ പോകണില്ല, നമ്മൾ അങ്ങനെ ഇടാൻ പോവാണ്. മറ്റേതൊക്കെ ഒരു തരിതരിപ്പോടെ കൂടി പൊടിച്ചെടുക്കണം. ഇനി കരിഞ്ജീരകം അല്ലാതെ ബാക്കി വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒരു തരിതരിപ്പോടെ കൂടി പൊടിച്ചെടുക്കണം. പിന്നെ ഈ കരിഞ്ജീരകത്തിനെ ആ പൊടിയുടെ കൂടെ ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ മാങ്ങയിൽ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം.
ആ മുളക് പൊടിയുടെ മുകളിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലയില്ലേ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ 1.5 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും ചേർത്ത് കൊടുക്കണം. ബ്ലാക്ക് സോൾട്ട് തന്നെ ചേർക്കണം കേട്ടോളൂ, നമ്മൾ നോർമൽ ഉപ്പല്ല. ബ്ലാക്ക് സോൾട്ടിനൊരു ഫ്ലേവറും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ബ്ലാക്ക് സോൾട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ 2 ടീസ്പൂണും കൂടിയിട്ട് നമ്മൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ബ്ലാക്ക് സോൾട്ട് 1 ടീസ്പൂൺ, നോർമൽ ഉപ്പ് 2 ടീസ്പൂൺ. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ 1.5 കപ്പ് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിക്കാം, ഞാനിവിടെ കടുകെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 30 സെക്കൻഡ് ഈ എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ അതിനെ ആറാൻ വിടണം. പിന്നെ അത് ഏകദേശം ഒരു ചെറിയ വെതുവെതുപ്പുള്ള സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ നിറച്ച് നല്ല എരിവുള്ള ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ മാങ്ങയിലേക്ക് 1 ടീസ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കണം. മധുരമൊന്നും വരില്ല അച്ചാറിന്, പക്ഷേ ജസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി 1 ടീസ്പൂൺ മാത്രം ശർക്കര പൊടി ഇട്ടിട്ട് നമ്മൾ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നമ്മൾ പഴയ പോലെ ആ കിച്ചൺ ടവൽ കൊണ്ട് അതിനെ ഒന്ന് അടച്ച് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. ആ മസാലയൊക്കെ നന്നായി മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഉപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് ഈ മസാലയൊക്കെ നന്നായി മിക്സ് ആകും. ഇനി ഒരു ഉണങ്ങിയ കയ്യിലുകൊണ്ട് ഈ അച്ചാറിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിൽ വെക്കണം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലൊരു കപ്പ് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒരു 30 സെക്കൻഡ് ചൂടായ ശേഷം അതിനെ ഓഫ് ചെയ്യുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ചൂട് കുറയുമ്പോൾ നമ്മളതിൽ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ആ എണ്ണയെ നമ്മൾ ഈ അച്ചാറിട്ട് വെക്കുന്ന കുപ്പിയിൽ ഒന്നാക്കിയിട്ട് നമ്മൾ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് അച്ചാർ കുറേശ്ശായിട്ട് നിറയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് അച്ചാർ നിറയ്ക്കുക, പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ടേൺ ബൈ ടേൺ അച്ചാറും എണ്ണയുമായിട്ട് നമ്മൾ ഇത് കുപ്പിയുടെ ഉള്ളിലിടുക. കുപ്പി ഒന്ന് ചുടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയ ശേഷം വേണം അതിൽ അച്ചാറാക്കാൻ കേട്ടോളൂ. എണ്ണ എപ്പോഴും അച്ചാറിൻ്റെ മുകളിൽ നിൽക്കണം. എണ്ണ എങ്ങാനും തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചൂടാക്കിയിട്ട് ഒരു ലേശം മുളക് പൊടി ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കുറേ ഇട്ട് കഴിഞ്ഞുവല്ലോ. ലേശം മുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ അച്ചാറിൻ്റെ മുകളിൽ ഒന്ന് എണ്ണ, പക്ഷേ നല്ല ചൂടോടുകൂടി അച്ചാറിൽ ഒഴിക്കേണ്ട, ഒന്ന് ചൂട് കുറഞ്ഞ ശേഷം ഒഴിച്ചാൽ മതി. അപ്പം ഇനി മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.